പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് സിസ്റ്റം ലോഞ്ചർ, ഡബിൾ ടാപ്പ് ടു ആക്ടിവേറ്റ്, ഡബിൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ദ ലോക്ക് പ്ലേസ്, actions available, use it, Facebook clone, super money, delete has on the note. ഇപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, നമ്മുടെ സ്ക്രീനിൽ ഒരു പച്ച ലൈൻ വന്നതിന് ശേഷം അതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, സ്ക്രീനിൽ ഏത് ഭാഗത്താണോ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഏത് ആപ്ലിക്കേഷൻ ആണെന്നുള്ള കാര്യങ്ങളും നമ്മൾ ഇനി സ്ക്രീനിൽ ഗൂഗിളിലോ മറ്റോ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു തരുന്ന അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് ഇതിൽ വന്നിട്ടുള്ളത്. പക്ഷെ ഇത് കൊടുത്തിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ണു കാണാൻ പാടില്ലാത്ത ആൾക്കാരുടെ കണ്ണു കാണാൻ കഴിയാത്ത ആൾക്കാർക്ക് മൊബൈൽ അവർക്ക് കാണാൻ കഴിയില്ലല്ലോ. അപ്പോൾ അവർക്ക് കേട്ട് ഉപയോഗിക്കാൻ കണക്കിന് ഉള്ള ഓപ്ഷനാണ് ആൻഡ്രോയിഡ് ഫോണിൽ ഇതുപോലെ കൊടുത്തിട്ടുള്ളത്. അതൊരു സെറ്റിങ്സ് ആണ്. പക്ഷെ നമ്മൾ ചിലപ്പോൾ സെറ്റിങ്സിൽ കയറുന്ന സമയത്ത് എന്തെങ്കിലും മാറ്റാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മൾ തെറ്റി ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓൺ ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ മൊബൈല് നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ ഇതുപോലെ കേട്ടുകൊണ്ടിരിക്കും കേട്ടോ. നമുക്കത് ബുദ്ധിമുട്ടാണ്, നമുക്കത് ഓഫ് ചെയ്യാനും കഴിയില്ല. ഇങ്ങനെയുള്ള അവസ്ഥയിൽ എന്റെ ചില കൂട്ടുകാരെല്ലാം എന്നെ സമീപിച്ചത് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ സമീപിക്കുകയും ഞാനത് ശരിയാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് ഞാൻ ഉദ്ദേശിച്ചു. എന്തായാലും ഇതെങ്ങനെയാണ് നമുക്ക് ഓഫ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു അബദ്ധം വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഓഫ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. ടാക്ക് ബാക്ക് എന്നാണ് ഇതിന്റെ ഓപ്ഷന്റെ പേര്. ഇതെങ്ങനെയാണ് കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. എപ്പോഴും പറയുമ്പോൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അത് എനേബിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം പരിശോധിച്ച് നോക്കാം. അത് നമ്മുടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ അഡീഷണൽ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നമുക്ക് അക്സസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നമുക്ക് ജനറൽ കഴിഞ്ഞിട്ട് വേർഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലാണ് ഈ ഓപ്ഷൻ ഉള്ളത്. ഈ ടാക്ക് ബാക്ക് ഓൺ ചെയ്തതിനു ശേഷം ഇതുപോലെ നമ്മൾ ഓൺ ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കാറുള്ളത്. ഇത് ചിലപ്പോൾ നമ്മൾ അറിയാതെ ആയിരിക്കും ഇങ്ങനെ ഈ ഓപ്ഷൻ നമ്മളെ കയ്യിൽ നിന്നാവുന്നത്. ചിലപ്പോൾ മഴ നനയുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ ഈ സെറ്റിംഗ്സ് എങ്ങനെയെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആകുമ്പോഴത്തേക്കാണ് ഇത് എനേബിൾ ആകുന്നത്, അറിയാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മളിത് ഓഫ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷെ ഇത് ഓഫ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇതിലെ ട്രിക്ക് ഉപയോഗിച്ചാൽ മാത്രമേ ഇതിൽ ഓഫ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ട്രിക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇതിലെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓൺ ചെയ്യാൻ പോകണം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇതാ ഇപ്പോൾ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോ എല്ലാ അതുകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു ചെറിയ ട്രിക്കാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ നിങ്ങളുടെ ഫോണിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ റീസെന്റ് ടാബിലാണ്. കാര്യം അടുത്ത ഇടയ്ക്കാണ് അത് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ നമ്മൾ റീസെന്റ് ടാബിൽ നമ്മൾ ആ ഓപ്ഷൻ കാണും, അത് ഉറപ്പായിട്ട് കാണും. അത് നമുക്ക് റീസെന്റ് ടാബ് എങ്ങനെ എടുക്കാന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഈ താഴെ കാണുന്ന ഭാഗമാണ് റീസെന്റ് ടാബായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ചില ഫോണിൽ വലത് സൈഡിലായിരിക്കും, ചില ഫോണിൽ ഇടത് സൈഡിലായിരിക്കും. ഇതിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യണം. ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഡബിൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഈ ഓപ്ഷൻ എനേബിൾ ആവത്തുള്ളൂ. 2 പ്രാവശ്യം സ്ക്രീനിൽ ടച്ച് ചെയ്യുക. ഞാനിപ്പോൾ 2 പ്രാവശ്യം സ്ക്രീനിൽ ടച്ച് ചെയ്യുകയാണ്. ഇപ്പൊ കണ്ട, ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ആ റീസെന്റ് ടാബ് എനേബിൾ ആയത് നമുക്ക് കാണാം. വീണ്ടും ഇവിടെ 2 ടച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ആ എനേബിൾ ചെയ്ത ഭാഗം നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുക. 2 പ്രാവശ്യം ഓഫായി. ഇത് നമുക്ക് ഈ ടാപ്പ് ബാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇതുപോലെ ഓഫായി. ഇനി നമുക്ക് റീസെന്റ് ടാബ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞാൻ വീണ്ടും ഓൺ ചെയ്യാൻ പോവുകയാണ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. റീസെന്റ് ടാബ് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ചിലപ്പോൾ നമ്മൾ ഫോൺ ഇതിങ്ങനെ കംപ്ലൈന്റ് ആവുന്ന സമയത്ത് നമ്മൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്യും. അപ്പോൾ നമുക്ക് റീസെന്റ് ടാബ് ചിലപ്പോൾ ചില ഫോണിൽ അത് ലോഡായി നിൽക്കുന്നത് അത് പോകുന്നതാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനത് ഈ ടാക്ക് ബാക്ക് എനേബിൾ ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം, എന്നാലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകത്തുള്ളൂ. ഞാനത് ഓൺ ചെയ്യാൻ പോവുകയാണ് വീണ്ടും. ഇതിൽ നമ്മൾ സെറ്റിംഗ്സ് കണ്ടുപിടിക്കണം കേട്ടോ.
അതിനുവേണ്ടി നമ്മൾ സെറ്റിംഗ്സ് നമ്മൾ നേരത്തെ റീസെന്റ് ടാബിലാണ് നമ്മളത് എടുത്തത്. അതാണ് ആ സെറ്റിംഗ്സ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ റീസെന്റ് ടാബ് നമ്മളിൽ ഇല്ല എന്ന് വിചാരിക്കുക എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സെറ്റിംഗ്സ് നമ്മളെ ഫോണിൽ, ഇത് നമ്മുടെ മെനു ഒക്കെ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് കൈകൊണ്ട് നമ്മൾ ഇതുപോലെ ടച്ച് ചെയ്താലൊന്നും മെനു ഒന്നും വരത്തില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെർച്ച് ബാറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഇതുപോലെ ഈ സെർച്ച് ബാറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നമ്മളിവിടെ സെറ്റിംഗ്സ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടെ സെറ്റിംഗ്സ്, നമ്മളെ ഫോണിലെ സെറ്റിംഗ്സ് ഇവിടെ വരും. 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സെറ്റിംഗ്സ് ഓപ്പൺ ആവുകയും നമുക്ക് അഡീഷണൽ സെറ്റിംഗ്സ് എടുത്തതിന് ശേഷം അവിടെ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ അക്സസിബിലിറ്റി എടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, വിഷൻ എടുത്തതിന് ശേഷം ഇവിടെ ടാൽക്ക് ബാക്ക്, ഇതിലെല്ലാത്തിലും ഡബിൾ ക്ലിക്ക് ചെയ്യാൻ നമ്മൾ ചെയ്യണം. ടച്ച് ആകത്തക്ക രീതിയിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാൻ നമ്മൾ ചെയ്യണം. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിത് ഈസി ആയിട്ട് മറ്റാരെങ്കിലും കൊടുക്കാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് ഓഫ് ചെയ്യാവുന്നതാണ്. എന്തായാലും നിങ്ങൾ ഈ ടാൽക്ക് ബാക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ അറിയാതെ എനേബിൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾ അത് പേടിക്കേണ്ട കാര്യമില്ല. ഇതുപോലെ നിങ്ങൾ സമാധാനത്തിൽ ചെയ്താൽ മതി, ഇത് ക്ലിയർ ആവും. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും ഒരു ഉപകാരമായി മാറും. എന്തായാലും മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.